മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ് അണക്കെട്ടുകളുടെ ബോട്ടിംഗ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ഷിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം സഞ്ചാരികൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. മഴക്കാലം അവസാനിച്ചതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കുന്നതിനൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. പരന്നു കിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യൂക്കാലിപ്സ് മരങ്ങളുടെ തണൽ പറ്റി പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാണ്. അണക്കെട്ടിന്റെ ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ പെഡൽ ബോട്ടും ഷിക്കാര ബോട്ടും കുട്ടവഞ്ചിയുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തി മടങ്ങുന്നത്. കുണ്ടള അണക്കെട്ടിന് പുറമെ മാട്ടുപ്പെട്ടി, ചെങ്കുളം തുടങ്ങിയ ഡാമുകളിലും ബോട്ടിംഗ് ആസ്വദിക്കുവാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട്. വരയാടുകളുടെ പ്രജനനകാലവുമായി ബന്ധപ്പെട്ട് ഇരവികുളം ദേശീയോദ്യാനം അടയ്ക്കുക കൂടി ചെയ്താൽ സഞ്ചാരികൾ കൂടുതൽ സമയം ബോട്ടിങ്ങിനായി ചെലവഴിക്കുന്ന സാഹചര്യമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.